ഇന്ത്യൻ വ്യാപാരികളെയൊക്കെ സംബന്ധിച്ച് ഉത്കണ്ഠയുടെ ദിവസങ്ങളൊക്കെയാണ് ഈ കടന്നു പോകുന്നതൊക്കെ. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ട്രംപ് ഏർപ്പെടുത്തിയ അധിക താരിഫ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ത്യക്കുമേൽ 25% അധിക തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. അഖില രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. അഖില, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ്. ഇപ്പോൾ ഇറക്കുമതി തീരുവ കൂടി ചേർക്കുമ്പോൾ അത് 35%ലേക്ക് വരും. പിന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ശിക്ഷാ താരിഫ് കൂടി ശിക്ഷയ്ക്കായുള്ള താരിഫ് കൂടി ഏർപ്പെടുത്താൻ ട്രംപ് ആലോചിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഈ തീരുവകളെല്ലാം പ്രാബല്യത്തിൽ വരികയാണ്. എന്താണ് നമുക്ക് പ്രേക്ഷകരിലൊക്കെ എത്തിക്കാനുള്ളത്? ഒരു ഇടവേളയ്ക്ക് ശേഷം താരിഫ് യുദ്ധം വീണ്ടും പുനരാരംഭിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. വിവിധ രാഷ്ട്രങ്ങൾക്ക് നേരെ താരിഫ് ചുമത്തിക്കൊണ്ട് ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ട്രംപിന്റെ നീക്കങ്ങൾ പോകുന്നത്. ഇന്ത്യയും അമേരിക്കയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾ ഉണ്ടാകുക. ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് 25% നികുതിയാണ്. അതാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലാകുക. ഇന്ത്യയുമായി വ്യാപാര കരാറിൽ എത്താൻ കഴിയാത്തതിന് പിന്നാലെയായിരുന്നു ഈ അധിക തീരുവ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. പ്രഖ്യാപനം ഇന്ത്യയുടെ GDP-യെയും ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും തകർന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഈ താരിഫ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് തന്നെ. ഈ നീക്കം ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങൾ, മാറ്റങ്ങൾ, സ്വാധീനം ഒക്കെ ഇത് ചെലുത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഈ വസ്ത്രങ്ങൾ, മരുന്നുകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാ വിഭവ ശേഷിയെയും ഈ ബാധിക്കുന്ന തരത്തിലായിരിക്കും ഈ തീരുവ പ്രഖ്യാപനം ഉണ്ടാകുക. ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ കടുത്ത വ്യാപാര നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് കൂടി വലിയ തിരിച്ചടിയായി ഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തരം തീരുമാനങ്ങൾ ദീർഘകാല ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ വരുത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും ഇന്ന് താരിഫ് നിലവിൽ വരികയാണ്. അത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യെസ്, ഓക്കെ അഖില.